ഹലോ. ഹായ്. ഹലോ. നമ്മള് ഒരുപാട് കാലം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കിടിലൻ മൂവിയുടെ ഒരു ടീസർ റിയാക്ഷൻ ആണ്. ഏതായിരിക്കും മൂവി പറയാൻ പറ്റും? നമ്മുടെ ബിഗ് എംസ് ഒന്നിച്ചു ചേരണ അല്ലെ? ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിന്റെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി, ഒരുപാട് സ്റ്റാർ വാല്യൂ ഒക്കെ ഉള്ള ഒരു കിടിലൻ മൂവി ഏതായിരിക്കും? അതിന്റെ കിടിലൻ പേരും ഉണ്ട്. ആ സിനിമയുടെ പേര് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്, ദ പാട്രിയാറ്റ്. അതാണ്. അപ്പൊ മഹേഷ് നാരായണന്റെ പുതിയ മൂവിയുടെ ടീസർ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്ത് നോക്കാം. നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ ഒരുപാട് സ്റ്റാർ വാല്യൂസ് ഉള്ള ഒരു കിടിലൻ മൂവി ടീസർ ഇറങ്ങിയിട്ടുണ്ട്. റിയാക്ഷൻ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, പൊളിറ്റിക്കൽ ഫെയ്ത്ത്, ഡ്രാമയാണ്, വിശ്വാസം. What does this mean? They are going to bring social score to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും? മേജർ പരിപാടിയാണോ? Student laptop scheme le is that similar? രേവതിനെ കുറിച്ച് ഞാൻ രേവതി പറഞ്ഞ പോലെ കുറെ കാലം മലയാള സിനിമയിൽ മാറി നിൽക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കൂല, മറ്റേ അമ്മയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവര് വേറെ സംഘടന തുടങ്ങി അഭിനയിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്നിട്ടുണ്ട്, എന്താന്നറിയില്ല, കണ്ടുപോകാം. ആക്ടിംഗ് ആണോ? അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താവും വിഘ്നേഷൻ അറിയോ? ഏതാ ഡയലോഗ് മോനെ, വീണ്ടും ഒന്നിച്ച സീനായിട്ടോട്ടാ. ചേസിങ് ഒക്കെ ഉണ്ടല്ലേ, പണിയെടുത്തില്ലല്ലോ മാര്. Tell him to complete the sentence. Great Indian traitor or patriot? ഒന്നും മനസ്സിലാവുന്നല്ലോ. പാട്രിയോട്ടല്ലേ നമുക്ക് പറയുന്ന പേട്രിയ, അങ്ങനെ പറയും നമ്മൾ. എനിക്ക് ടീച്ചർ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടാ, എന്തൊക്കെയോ ഒളിപ്പിച്ച വെച്ച പോലെ. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എന്തോ എക്സ്പെക്ട് ചെയ്തൊരു നോർമൽ, എനിക്ക് അങ്ങനെ തോന്നി, ഒരു നോർമൽ സാധനത്തിനെ പോലെ തോന്നി. പക്ഷെ എനിക്ക് എന്തൊക്കെയോ മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു നോർമൽ ഒരു സംഭവം. പിന്നെ ഈ മഹേഷ് നാരായണന്റെ എല്ലാ പടത്തിലും കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങളൊക്കെ, ഇപ്പൊ ടേക്ക് ഓഫ്, മാലിക്, ഒരുപാട് പടങ്ങളുണ്ടല്ലോ. എല്ലാം കിടിലൻ ക്രാഫ്റ്റ് ആണ്. പുള്ളി ഓൾറെഡി എഡിറ്റർ ആണ്. അപ്പൊ പുള്ളിക്ക് അതിൻ്റെതായ പണി അറിയാം. അപ്പൊ എനിക്ക് പുള്ളിക്ക് പണി അറിയാം, അതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതെ, പണി അറിയാവുന്ന ഒരാളുടെ കയ്യിലാണ് രണ്ടുപേരും കിട്ടിയേക്കണെന്നുള്ളൊരു വിശ്വാസം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ, മമ്മൂട്ടി, ഇതൊക്കെ 2020 ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു കുറെ വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഒരു പടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. അല്ല, ഭയങ്കര വെയിറ്റിംഗ് ആണ്. നമ്മള് വെയിറ്റിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും പറയാനില്ല. പക്ഷെ പടം നന്നാവണം എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. പടം ഞാൻ എക്സ്പെക്ട് ചെയ്യാനുള്ള കാരണം, ഒന്ന് ഈ പറഞ്ഞ പോലെ ഡയറക്ടർ മഹേഷ് നാരായണൻ, അത് നമ്മള് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പുള്ളി എന്തായാലും അങ്ങനെ ഒരു സിമ്പിൾ സാധനത്തിൽ ഒതുക്കൂല. ഇവർ രണ്ടുപേര് വരുമ്പോ അതിന്റേതായ എന്തെങ്കിലും കാണും. ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം ആൻഡോ ജോസഫ്. ഓക്കെ. പിന്നെ മമ്മൂക്ക ആണെങ്കിലും ഭയങ്കര പൂർവാധികം ഇതിന് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട്. മമ്മൂക്ക അത്രയും 6 മാസം 3 മാസമായിട്ട് പുള്ളി ഹെൽത്ത് ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളിക്ക് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയാൽ മതി പരിപാടികൾ. ജോയിൻ ചെയ്ത് ഭയങ്കര സംഭവം ഒരു അല്ലെ, നമ്മളൊക്കെ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ തോന്നിയ. പുള്ളി അതിനോടുള്ള പാഷനേറ്റീവ് ആണ്. ഇതൊരു രക്ഷയില്ലാത്തൊരു മനുഷ്യൻ. സിനിമ എന്തായാലും നമ്മൾ കാണും. ജോലിയോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ജോലി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് പുള്ളി പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും കാണാം. ഓക്കെ. നമുക്ക് കുറച്ച് ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും തോന്നുന്നില്ല, കുറച്ച് പ്രായം തോന്നിക്കുന്ന പോലെ ഉണ്ടല്ലോ. പുള്ളിയുടെ ഒരു ഗ്രേഷ് ടച്ച് ആണ് എനിക്ക്. പിന്നെ മോഹൻലാല് ഫുൾ മേജർ പരിപാടിയാണ്. എനിക്കറിയില്ല എന്താവെന്ന് അറിയില്ല. അതെ, നോക്കാം. പക്ഷെ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. ഇനി നെക്സ്റ്റ് ഒരു പടം എന്ന് പറഞ്ഞാൽ ഇത് ആണ് വെയിറ്റിംഗ്. അതെ, ഞാൻ പറഞ്ഞ ഇനി നമ്മൾ അതിന്റെ ഒരു റിവ്യൂ ആയിട്ട് എന്തായാലും വരും. എന്തായാലും വരും 100%. അപ്പൊ ഓക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു. ബൈ.